ലെവി കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ അവള് അവിടെ ഇരിപ്പുണ്ട്. എന്റെ ലിബി മോനെ, നിന്റെ ഒരു ഭാഗ്യം, അവളെ പോലൊരുത്തി കിട്ടിയില്ലേ. അതെന്താ ജൂണേ നീ അങ്ങനെ പറഞ്ഞേ? നീയല്ലേ അവളുടെ ആദ്യ പ്രണയം. ഓ അങ്ങനെ. അവളുടെ വീട്ടിൽ നല്ല സീനാടാ. എന്നിട്ടും അവളെ പിന്നെ പ്രേമിച്ചില്ലേ? ചില പെൺപിള്ളേരെ പോലെ വലിപ്പിക്കാൻ നിന്നില്ലല്ലോ. ഇപ്പൊ തന്നെ 5 വർഷമായി. ഞാനങ്ങ് ചെല്ലട്ടെ, ഇല്ലേ പണി പാളും. വസു ഇതെവിടായിരുന്നു? എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? തിരി ലേറ്റ് ആയിപ്പോയി, സോറി. എന്നാ നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അത് കഴിയുമ്പോൾ വിളിച്ചാൽ മതി. രവി, ജൂണൊന്നും വന്നില്ലേ? അവരവിടെ ഇരിപ്പുണ്ട്. നിങ്ങളെന്നാ അങ്ങോട്ട് ചെല്ലേ. വസു, എന്നോട് പിണക്കാണോ താമസിച്ചതെന്ന്? എനിക്ക് പിണക്കൊന്നുമില്ല, എനിക്കറിയാലോ തിരക്ക്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തോ ഉടായിപ്പാണ് ചോദിക്കാൻ വരുന്നതെന്ന് മനസ്സിലായി. എന്തായാലും ചോദിക്ക്. അത് പിന്നെ ഇച്ചായൻ എന്നെ ഉപേക്ഷിക്കൂ? അതെന്താ ഇപ്പൊ അങ്ങനൊരു ചോദ്യം? നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പൊ പൊതുവെ എല്ലാവരും അങ്ങനെയാണല്ലോ, ഒരു ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ മടുക്കും. അതുകൊണ്ട് ചോദിച്ചതാ. എനിക്കെൻ്റെ ഇച്ചായനെ വിശ്വാസമാ. ആണോ? എന്നാ നീ നിന്റെ 2 കാറും തുറന്നു വെച്ച് കേട്ടോ. ഈ ലെവിൻ ഇബ്രഹാമിന്റെ ജീവിതത്തിൽ നല്ല പാതിയായിട്ട് ഒരേ ഒരു പെണ്ണേ ഉണ്ടാവുള്ളൂ, അത് നീയാ. ഞാൻ ദാ ഇപ്പൊ നിനക്ക് വാക്ക് തരുക. ജീവിതത്തിലായാലും മരണത്തിലായാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒരിക്കലും തനിച്ചാക്കത്തില്ല. എന്താ പോരെ? ഞാനിത് വെറുതെ പറഞ്ഞതാ. നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ വസു. ഞാൻ നിനക്കൊരു വാക്ക് തന്നല്ലേ ഉള്ളൂ. അത് ഞാൻ എങ്ങനെ? നിനക്കെന്നെ വിശ്വാസമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയും. ഇനി ഇങ്ങനൊന്നും പറയണ്ട. ആ ശരി, നിനക്ക് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട, നമുക്ക് കുറച്ചു നേരം നടക്കാം. വസു, നമ്മുടെ കാര്യം നിന്റെ വീട്ടിൽ സമ്മതിക്കുമോ? അറിയില്ല. ഞാൻ വേറെ ജാതിയല്ലേ, സമ്മതിക്കാൻ വഴിയില്ല. അങ്ങനെയാണേ നീ എൻ്റെ കൂടെ ഇറങ്ങി വരുമോ? ഇല്ല, അതിനെന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ മറ്റൊരാളുടെ താലി എൻ്റെ കാര്യത്തിൽ വീഴത്തുമില്ല. എന്താ കഴിഞ്ഞോ? പോയാലോ? ഇപ്പൊ പോണോ? കുറച്ച് കഴിഞ്ഞ് പോയാ പോരെ? എടാ, ഇവളെൻ്റെ അനിയത്തിയാ, അത് നിനക്ക് ഓർമ്മ വേണം. ഇവളെ ഇങ്ങനെ വിടാൻ കാരണം ഞാനാ. ഇതെങ്ങനെ അറിഞ്ഞാൽ പിന്നെ എന്നെ പോലും അടുപ്പിക്കില്ല. ഇവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കാൻ പെടുന്ന പാട് ഇവനറിയണ്ടല്ലോ. പോവാം. നീ വന്നു? എന്താ ഇത്ര താമസിച്ചേ? അത് ബുക്കൊക്കെ നോക്കി വന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല. കള്ളം പറയാൻ പഠിച്ചിട്ടുണ്ട് നല്ലതുപോലെ. നീ എന്തിനാ ബീച്ചിൽ പോയത്? നിന്റെ കൂടെ ആരാ ഉണ്ടായിരുന്നത്? അത് സച്ചേട്ടൻ്റെ കൂടെ. സച്ചേട്ടൻ പോയപ്പോൾ കൂടെ പോയതാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. റൂമിലേക്ക് വയ്ക്കോ. അമ്മയും വൃന്ദയും എവിടെ? അവര് കട വരെ പോയിരിക്കുക. പിന്നെ ആ നസ്രാണി ചേർക്കാനായിട്ടുള്ള ബന്ധം അങ്ങ് നിർത്തിയേക്കണം. ഞാനൊന്നും അറിയില്ലെന്ന് കരുതണ്ട. ഇനി അവനെ കാണാനോ മിണ്ടാനോ നിന്ന അത് നീയൊന്നും പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. ചോദിക്കേണ്ട രീതിക്ക് നിന്നോട് ചോദിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എല്ലാം ഇന്നത്തോടെ മറന്നേക്കണം. എനിക്കൊന്നും മറക്കാൻ പറ്റില്ല. മിണ്ടരുത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനാണ് ഭാവമെങ്കിൽ അനുഭവിക്കുന്നത് വൃന്ദയും ഭദ്രയായിരിക്കും. കയറിപ്പോകരുത്. ഒന്ന് നിന്നെ. 2 ദിവസം കഴിയുമ്പോൾ നിന്നെ പെണ്ണ് കാണാൻ വരും. അവനെയും കെട്ടി ജീവിച്ചോണം. സച്ചി, നീ എന്താ ഇവിടെ? വാസുവിന്റെ ബുക്ക് എന്റെ കയ്യിലിരിക്കുവായിരുന്നു. അത് കൊടുക്കാൻ വന്നതാ. അവളെവിടെ ചെറിയിച്ച?
അവള് റൂമിലുണ്ട്. പിന്നെ അവളെ കാണുന്നതൊക്കെ കൊള്ളാം. ആ നസ്രാണി ചെറുക്കനെ എങ്ങാനും വിളിച്ചു കൊടുത്ത. വസു, എന്താ മോളെ, എന്താ പ്രശ്നം? അച്ഛനെല്ലാം അറിഞ്ഞു. ഇച്ചായനെ മറക്കാൻ പറഞ്ഞു. നീ അവന്റെ കൂടെ പോ മോളെ. ഇല്ല, അത് നടക്കില്ല. ഞാൻ പോയ അച്ഛൻ വൃന്ദേനെ അമ്മേ എനിക്ക് പറ്റില്ല. എനിക്കൊരു സഹായം സച്ചേട്ടൻ ചെയ്തു തരണം. ഞാൻ പറയുന്നത് ഇച്ചായനോട് പറയണം പ്ലീസ്. മോളെ, ഇത് വേണോ? അവൻ പാവ, ചിലപ്പോ അവനെ താങ്ങാൻ പറ്റില്ല. ഇച്ചായൻ്റെ നല്ലതിന് വേണ്ടി പറഞ്ഞേ പറ്റൂ. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ കാത്തിരിക്കും. ഞാൻ കാരണം ഇച്ചായൻ്റെ ജീവിതം നശിച്ചാണ്. എനിക്ക് വയ്യ. ശരി. ഒന്ന് നിന്നെ, എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി അവളെ കാണാൻ ഇങ്ങോട്ട് വരണമെന്നില്ല. കാരണം നീ ഇത്രയും നാൾ കൊണ്ട് കാണിച്ചു കൊടുത്തില്ലേ അവളെ. എല്ലാം മതി. അവളുടെ കല്യാണോടനെ ഉണ്ടോ വന്ന് കഴിച്ചിട്ട് പൊക്കോണം. ചെറിയച്ച, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അവളുടെ സന്തോഷം നശിപ്പിച്ച് നിനക്ക് എന്ത് കിട്ടാനാ? പിന്നെ അവസാനം കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പപ്പ, ഇത് നല്ലതല്ലേ? നല്ലതാ. നീ സെലക്ട് ചെയ്യുന്ന വലിയ നല്ലതല്ലേ? സച്ചി, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് കയറുക. എന്താ സച്ചി മുഖം വല്ലാതിരിക്കുന്നേ? അതങ്കിൾ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താടാ, എന്താ പ്രശ്നം? ഞാൻ വസുവിന്റെ വീട്ടിലൊന്ന് പോയായിരുന്നു. അതിനെന്താ, അവള് നിന്നോട് വല്ലതും പറഞ്ഞോ? പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ നിർത്താന്ന്. എന്താ? ഒന്ന് പോടാ, വെറുതെ പറയല്ലേ. എന്റെ പെണ്ണങ്ങനൊന്നും പറയില്ല. ഇതാ, നീ ഇത് കേക്ക്. ഇച്ചായ, നമുക്കെല്ലാം നിർത്താം. എല്ലാവരുടെയും സന്തോഷത്തിന് അതാ നല്ലത്. നമ്മൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ജാതി, മതം, പിന്നെ ഒരിക്കലും ഇറങ്ങി വരാനും എന്നെക്കൊണ്ടാവില്ല. അതിലും നല്ലത് എല്ലാം നിർത്തുന്നത്. ഇതുവരെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ഉടനെ തന്നെ എൻ്റെ കല്യാണമുണ്ട്. സന്തോഷത്തോടെ ജീവിക്കും. എല്ലാം മറക്ക്. ഇനി എന്നെ അന്വേഷിക്കണമെന്നില്ല. എനിക്ക് ചേനും വേണ്ടേ ഇനി. അവക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? എനിക്കും വേണ്ട. എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ റൂമിലേക്ക് പോവാ. കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. അവളോട് പറഞ്ഞേക്ക്, എനിക്കൊന്നും മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. ചേട്ടായി, എനിക്കൊന്നുമില്ല. അവക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്നെ. എന്താ മോനെ, എന്താ പ്രശ്നം? അവളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു? അതങ്കിൾ, അവളുടെ അച്ഛനെല്ലാം അറിഞ്ഞു. അവളുടെ സാഹചര്യം ഇതായതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞത്. എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാം. അവനെന്താ ഇതുവരെ താഴേക്ക് വരാത്തെ? കുറെ നേരമായില്ലേ പോയിട്ട്? അവള് പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് സങ്കടമായി കാണും. അവനൊട്ടും പ്രതീക്ഷിച്ചു കാണില്ല. അവക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്നെ. ഒന്നോ ലിവി, എന്താ സച്ചേട്ടാ? എടാ, വേഗം ഇങ്ങോട്ട് വാ. ലിവി, കഥക്ക് തുറക്ക്. എടാ സച്ചി, എന്താടാ? അവനെന്താ കഥ തുറക്കാത്തെ? ഇനി അവൻ വല്ലതും? സച്ചേട്ടാ, ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് വാതിൽ ചവിട്ടി പൊളിക്കാം. മോനെ ദേവി, എന്താണ് ഇത്? ഇച്ച നമ്മുടെ മോൻ. സച്ചി, വേഗം വണ്ടി എടുക്ക്. എന്താടാ, എന്താ പ്രശ്നം? നമ്മുടെ ലിവി വെയിൻ കട്ട് ചെയ്തു. എന്തിന്? ഡോക്ടർ എന്തു പറഞ്ഞടാ? ഇത്ര നേരമായിട്ട് അവർ പുറത്തേക്ക് വന്നിട്ടില്ല. സച്ചി, എങ്ങുവാ? എന്റെ മോൻ എങ്ങനെയുണ്ട്? ഒന്നും പറയാനായിട്ടില്ല അങ്കിൾ. ഒരിടത്ത് മാത്രമല്ല കട്ട് ചെയ്തിരിക്കുന്നത്, അതിന് തൊട്ട് താഴെയും ചെയ്തിട്ടുണ്ട്. ഒരു മുറിവ് കുറച്ച് ആഴത്തിലാണ്. പിന്നെ ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട് അവന്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ദൈവം കൂടെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. സെഡേഷന്റെ മയക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം. പിന്നെ അങ്കിളുപ്പാന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് കേസ് ആകാതിരുന്നത്. അവനോട് ഇനി ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് പറയാം. നിനക്ക് എന്തിന്റെ കേടായിരുന്നടാ? ഇവൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നിനക്ക് എന്താന്ന് വെച്ചാൽ ചെയ്താ പോരായിരുന്നു. അന്നേരം ആ ഓഡിയോ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊന്നും കേൾക്കാൻ തോന്നിയില്ല. സോറിടാ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? കഴിഞ്ഞത് കഴിഞ്ഞു. അവളറിഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. എന്താ പറയണായിരുന്നു? വേണ്ട, അവളൊന്നും അറിയണ്ട. ഇതെന്ത് പണിയാ ലഭിച്ചാ കാണിച്ച്? എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ?
ഒരു ചെറിയ കയ്യബദ്ധം. നന്നായി, ഇവര് കണ്ടില്ലായിരുന്നെങ്കിൽ അതിലും നന്നായേനെ. അവളോട് പറയണ്ടേ? വേണ്ട. പിന്നെ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അതിന് എന്നെ ഇനി അവളുടെ വീട്ടിൽ കയറ്റത്തില്ല. നിങ്ങൾക്ക് 3 പേർക്കും പറ്റില്ലേ? ഞങ്ങൾ ചെന്ന് നോക്കാം, ഉറപ്പ് പറയുന്നില്ല. എന്നാ വേഗം അങ്ങോട്ട് ചെല്ല്. അങ്കിളും ആന്റിയൊക്കെ എവിടെ? അവര് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു വിട്ടു. അവര് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. പിന്നെ എന്തായാലും ഇവൻ ഹോസ്പിറ്റലിലാണെന്ന് അവളോട് പറയണം. വേണ്ടടാ, അവള് പേടിക്കും. അതിന് നീ കൈമുറിച്ച് കിടക്കുവാണെന്ന് പറയാനല്ല. അവളെ എളുപ്പം നിനക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ എവിടെ പോയിരുന്നെന്ന് അവൾ എന്തായാലും ചോദിക്കും. അപ്പൊ ലവിയെ കാണാൻ ഇവിടെ വന്നിരുന്നെന്ന് പറയണം. കാര്യം ചോദിക്കുമ്പോ അവൾ പറഞ്ഞ ഓടിയ കേട്ടിട്ട് ബീപ് കുറഞ്ഞാന്ന് പറയണം. അത് നല്ല ഐഡിയ ആണ്. ബാക്കിയൊക്കെ നിങ്ങൾ കയ്യിൽ നിന്നിടണം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വൃന്ദേ, അവളെ ഇങ്ങോട്ട് വിളിക്ക്. ചേച്ചി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും വേണ്ടച്ച. എല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ പോയി അവളെ വിളിക്ക്. ചെറുക്കനെത്തിയിട്ടുണ്ട്. എന്താ ഇതാ ചെറുക്കൻ, മര്യാദയ്ക്ക് കണ്ടോ. ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ. എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. എനിക്കൊരാളെ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും വാസുകിയെ കല്യാണം കഴിക്കുന്നുള്ളൂ. എനിക്ക് ഇഷ്ടമായി. ഇനി അവനെ വിചാരിച്ചിരിക്കണ്ട. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു താലിയും കെട്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. കൂടുതൽ വാശി പിടിച്ച ഞാനത് തന്നെ ചെയ്യും. എന്നാ നമുക്ക് ഈ മാസം തന്നെ കല്യാണം നടത്താം. മോൻ എന്തു പറയുന്നു? നടത്താം. ഇനി ഇവളെ ഇവിടുന്ന് പുറത്തേക്ക് വിടണ്ട. ഞാൻ ഇറങ്ങുക. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ വസുവിനെ കാണാൻ. എന്താ അത്യാവശ്യം? അവള് ക്ലാസ്സിൽ വരുന്നില്ലല്ലോ, അപ്പൊ നോട്ട്സ് കൊടുക്കാൻ. കൊടുക്കുന്നതൊക്കെ കൊള്ളാം. അവളുടെ മനസ്സ് മാറ്റി ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച. ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യില്ല. എന്താന്ന് വെച്ചാൽ കൊടുത്തിട്ട് പെട്ടെന്ന് പറ്റുവാണേല. ഞാൻ തിരിച്ചു വരുമ്പോ ഇവിടെ ഉണ്ടാവരുത്. വസു, നിങ്ങളെന്താ ഇവിടെ? നിന്നൊന്ന് കാണാൻ വന്നതാ. അല്ലടി, ഇതെന്താ ജയിലോ? നിന്നെ കണ്ടിട്ട് വേഗം പൊയ്ക്കോണാ നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നേ. ആണോ? സോറി. നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാണോ? അല്ല, ഹോസ്പിറ്റലിൽ പോയി ലവിച്ചായനം കണ്ടുവരുന്ന വഴിയാ. എന്താ നീ പറഞ്ഞേ? അവളൊന്നും പറഞ്ഞില്ല. എന്റെ ഇച്ചായൻ എന്താ പറ്റിയേ? എനിക്ക് പേടിക്കാനൊന്നുമില്ല. അത് നീ എന്നെ നിർത്താന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടുള്ള ഷോക്കിലും പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പൊ ബിപി പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എനിക്ക് നിശ്ചയനോട് സംസാരിക്കണം. പ്ലീസ് ഒന്ന് വിളിച്ചു തരുമോ? എടി ബെല്ല പറഞ്ഞതുപോലെ പേടിക്കാനൊന്നുമില്ല. വിളിച്ചു തരാം, നീ ടെൻഷൻ ആവാതെ. വേഗം എല്ലാം പറഞ്ഞു തീർക്കണം. നിന്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പോകണം. എന്താ ബെല്ലടിക്കുന്നുണ്ട്. ഹലോ ഇച്ചായ. വസു, എന്റെ ഇച്ചായെ പറ്റി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണോ? സോറി ഇച്ചായ. വസു റിലാക്സ്. എനിക്കൊന്നുമില്ല. എനിക്കറിയില്ല പെണ്ണെ നിന്നെ. എനിക്കറിയാം നിന്റെ സാഹചര്യം. പിന്നെ സച്ചി എന്നോടെല്ലാം പറഞ്ഞു നീ എന്തങ്ങനെ പറയാൻ കാര്യമെന്നൊക്കെ. എനിക്ക് പറ്റണില്ല ഇച്ചായ. എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നെഞ്ചുപെട്ടി മരിച്ചു പോവും. അങ്ങനൊന്നും പറയല്ലേ വസു. ഇന്നെന്നെ കാണാൻ വന്ന ആൾ പറയാ എന്നെ കല്യാണം കഴിക്കുമെന്ന്. ഞാൻ എന്താ ചെയ്യുക? നമുക്കത് എങ്ങനെയെങ്കിലും മുടക്കാം വസു. നീ പേടിക്കണ്ട. ഇല്ല ഇച്ചായ, അയാൾ അങ്ങനൊന്നും മാറില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ഇച്ചായന് ഞാൻ തന്ന വാക്കൊരിക്കലും തെറ്റിക്കില്ല. എൻ്റെ കാര്യത്തിലൊരു താല വീഴുന്നുണ്ടെങ്കിൽ അത് ഇച്ചായൻ്റെ മാത്രമായിരിക്കും. നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. മോള് പേടിക്കണ്ട. എന്ത് സംഭവിച്ചാലും ഇച്ചായൻ വിഷമിക്കരുത്. സന്തോഷത്തോടെ ഇരിക്കണം. എനിക്ക് ഇച്ചായൻ ഒരുപാട് ഇഷ്ടം. ഞാൻ മരിച്ചാലും എൻ്റെ മനസ്സിൽ ഇച്ചായൻ മാത്രമേ ഉണ്ടാവൂ. ഇച്ചായനില്ലാത്ത ജീവിതം എനിക്കുണ്ടാവില്ല. എൻ്റെ ലൈഫിലുള്ള എല്ലാ സന്തോഷ നിമിഷങ്ങളും നിങ്ങളുടെ കൂടെയാണ്. അത് മതി എനിക്ക്, അത് മാത്രം. ഇച്ചായ സോറി. വസു, നിങ്ങൾ പൊയ്ക്കോ. പറ്റുവാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കും. இதம் காண்கின்றவான் கூட நிஜமல்ல, இதம் சேர்க்கும் கணா கூட சுகமல்ல, நீ இல்லாமல் நான் இல்லையே.
നിനക്ക് അവളോട് സംസാരിച്ചപ്പോ സമാധാനായില്ലേ? ആ ആയി. ഇനി നിനക്ക് മരിക്കണോ? വേണ്ട, ഇനി എന്ത് വന്നാലും സ്വയം മരിക്കുന്നില്ല. അല്ല, നീയൊന്നും പോകുന്നില്ലേ? ഇല്ല, നാളെ രാവിലെ പോകുന്നുള്ളൂ. അങ്കിളും ആന്റിയും റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അത് നന്നായി. ഇച്ചായ, എനിക്കിനി ഒന്നിനും വയ്യ. എനിക്കറിയാം നിങ്ങൾ എത്ര നാൾ വേണമെങ്കിലും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ ഇവിടെ എൻ്റെ സമ്മതം പോലും ആർക്കും വേണ്ട, ആർക്കും. ഇനി ആരുടെ വാക്ക് കേൾക്കാനും എനിക്ക് വയ്യ. മോളെ വാസു, കഥ തുറക്ക്. മോനെ സച്ചി. എന്താ ചെറിയമ്മേ? വാസു കഥ തുറക്കുന്നില്ല, നീ ഒന്ന് നോക്കുവോ? അവള് വല്ല കുളിക്കുമായിരിക്കും. കുറേ നേരം സച്ചേട്ടാ വിളിക്കുന്നു, തുറക്കുന്നില്ല. വാ നോക്കാം. വസു, വസു കഥ തുറക്ക്. വസു. എന്താ ഇവിടെ? നിന്നോട് ഇവിടെ വരണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? മോള് വാതിൽ തുറക്കുന്നില്ല, അതാ ഞാൻ. അവൾ എന്ത് ചെയ്യാനാ? വെറുതെ പേടിപ്പിക്കാൻ കഥ കടിച്ചിരിക്കുക. ദേ, വസുവിന് വല്ലതും സംഭവിച്ച ചെറിയച്ഛനാണെന്നുള്ളത് ഞാനങ്ങ് മറക്കും. സച്ചേട്ടാ ഒന്ന് നോക്ക്. വസു. അങ്കിൾ, രവി എവിടെ? അവൻ രവിയായിട്ട് ക്യാൻറ്റീനിൽ പോയിരിക്കുക. ഡിസ്ചാർജ് ആയില്ലേ? ആ മോനെ, ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. വസു, ജൂണെ, നീ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നോ? സച്ചി എവിടെ? ഞാനിവിടെ ഉണ്ട്. എന്താ നിന്റെയൊക്കെ മുഖത്തൊരു സങ്കടം? നമുക്കൊന്ന് വസുവിൻ്റെ അടുത്ത് പോവാം. എന്തിനാടാ? അവളുടെ അച്ഛനെങ്ങാനും കണ്ട? ആരും കാണില്ല, നീ വാ. അവളെവിടെ വരും? ബീച്ചിലാണോ? നമുക്ക് അവളുടെ വീട്ടിൽ പോവാം. നിനക്കൊക്കെ എന്താ? അവളുടെ വീട്ടിൽ സീനാവും. അവളുടെ അച്ഛനെ നിനക്കറിയാവുന്നതല്ലേ? ആരും ഒന്നും പറയില്ലടാ. എന്തിന്? അവള് പോലും ഒന്നും പറയില്ല. നീ വാ. എന്താടാ, എന്താ പ്രശ്നം? ഞങ്ങളെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. നമ്മുടെ വസു പോയടാ. എങ്ങോട്ട്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവൾക്ക് മാറി നിൽക്കാനൊന്നും പറ്റില്ല. അവൾ തിരിച്ചു വരും. അവരെ പേടിപ്പിക്കാൻ എങ്ങോട്ടേലും പോയതാവും. അവളിനി ഒരിക്കലും തിരിച്ചു വരില്ലടാ. അവൾ പോയി. ഇനി ലോകത്ത് അവളില്ല. ഇല്ല, അവൾ എവിടെയും പോവില്ല. നീക്ക് വെറുതെ പറയുന്നതാ അല്ലേ പപ്പ? ഇവര് വെറുതെ പറയുന്നല്ലേ? മോനെ, നീ നടക്ക്, നമുക്ക് നോക്കാം. അവസാനമെങ്കിലും നിനക്ക് അവളെ കാണണ്ടേ? കൊണ്ടുവന്നു തോന്നുന്നു പപ്പ. എനിക്ക് പേടിയാവുന്നു. ചേട്ടായി എന്തേലും? പേടിക്കണ്ട, വാ. கனவே உனை வந்து சேர நான் இங்க வரம் ஒன்று கேட்டு என் மரணம் நெருங்கிடும் போதும் உன் நினைவில் வாழ்ந்திடுவேன். தீராத துயரத்தில் நானும் காற்றோடேன் கலந்தாய் நீயும் நீங்காத நினைவொளியான அன்பே அன்பே. மறு ஜென்மம் இருந்தால் கூட உயிரே உன் கரம் பிடிப்பேன உன் கால் தடம் நான் தொடர்வேன் அன்பே அன்பே. വസു, നീ എന്തിനാ ഇത് ചെയ്ത്? സച്ചി അവൾ എനിക്ക് തന്ന വാക്ക് പാലിച്ചു അല്ലേടാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പോലൊരു പൂത്താലി ഞാനന്നു കഴുത്തിൽ ചാർത്തിയിലേ പൊന്നേ, നീ അതു കാണാതെ ഇന്നെന്നിൽ നിന്നു മകന്നില്ലേ? അണയുമോ പ്രിയ സഖി എൻ മനസ്സിന്റെ മണിമഞ്ചലിൽ? ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും നിങ്ങൾ സ്വന്തം മക്കൾ തന്നെ അല്ലേടാ? നിങ്ങൾ നോക്കില്ലേ അവരെ? എന്താടാ നീ പറയുന്നേ? നീയും അവരും ഞങ്ങൾക്ക് സ്വന്തമല്ലേ? നിങ്ങൾ എൻ്റെ അനിയനെ പൊന്നുപോലെ നോക്കില്ലേ? അവനെ നല്ല വഴിക്ക് നടത്തില്ലേ? ലഭിച്ച എന്തൊക്കെ ഈ പറയുന്നേ? പപ്പ, ഇവരെല്ലാരും നല്ലപോലെ നോക്കണേ. മമ്മി സോറി. എന്താ മോനെ, പോട്ടെ, സാരില്ലടാ. ദേവി,
എല്ലാവരും നല്ലപോലെ നോക്കണേടാ, വേദനിപ്പിക്കരുത്. ലഭിച്ച മതി, വാ പോകാം. ഇല്ല, ഞാൻ വരുന്നില്ല. അവൾ എനിക്ക് തന്ന വാക്ക് പാലിച്ചു. ഞാൻ അവളോട് പറഞ്ഞതാ അവളുടെ കൂടെ എന്തിനും ഞാൻ ഉണ്ടാവുമെന്ന്. എന്നിട്ടും ഞാനും പോവാം അവളുടെ കൂടെ. അവളില്ലാതെ ജീവിതം എനിക്കില്ല. എനിക്കും വാക്ക് പാലിക്കണം. ഞാനും പോവാം. ലഭിച്ച ലിവി, വേണ്ടടാ, പ്ലീസ്. ചേട്ട, എന്തിനാ ചേട്ട ഇങ്ങനെയൊക്കെ ചെയ്ത്? അവനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളത് തെറ്റിച്ചില്ല. അതുപോലെ അവനും അവക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ. എന്താ ഇവിടെ പ്രശ്നം? താനെന്തിനാ ഇവിടെ വന്ന്? തനിക്കിപ്പോ സമാധാനായില്ലേ? അവരെ താനല്ലേ കൊന്ന്? എന്തിനു വേണ്ടിയാ? താനൊന്ന് സമ്മതിച്ചിരുന്ന അവർ രണ്ടുപേരും ജീവനോടുണ്ടാവില്ലായിരുന്നു. എന്തായാലും ജീവിതത്തിൽ അവർക്ക് ഒന്നിക്കാൻ പറ്റില്ല. മരിച്ചപ്പോ ഒന്നിച്ചു. നീ എന്തായി പറയുന്നേ? തന്റെ മകളുടെ ഇപ്പൊ എന്റെ മകനും കത്തിയിരുന്നുണ്ടാവും. സന്തോഷായില്ലേ തനിക്ക്? രണ്ടുപേരുടെ ജീവിതം കളഞ്ഞപ്പോ അവരെ പോയിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേടാ? എന്തിനായിരുന്നല്ലേ? ഒരിക്കൽ മരണത്തിന്റെ വേദന എന്താന്ന് അവൻ അറിഞ്ഞതല്ലേ? പിന്നെ എന്തിനാ അവനത് ചെയ്യാൻ പോയേ? അവളില്ലാത്ത ലോകം അവന് പറ്റിക്കാണില്ലെങ്കിൽ അവൻ അവക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതിനുവേണ്ടി ആവുമെന്നല്ല, ആണ്. ഭൂമിയിൽ അവർക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല. ചിലപ്പോ അവര് സ്വർഗത്തിൽ ഒന്നിച്ച് കാണുമല്ലേ? കാണും. അവിടെ ആർക്കും ജാതിയില്ല, മതമില്ല. എല്ലാരും മനുഷ്യര് മാത്രമാ. പ്രണയാത്മാർത്ഥമായ ദൈവം ചതിക്കുമെന്ന് പറയുന്നത് ശരിയല്ലേ? അവർക്ക് ഭൂമിയിൽ ഒന്നിച്ച് ജീവിക്കാൻ വിധിയില്ല. സ്വർഗത്തിൽ അവരുടെ ജീവിതം സന്തോഷം മാത്രമുള്ളതായിരിക്കും. വസു, ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചു. ഞാനും വന്നു നിന്റെ കൂടെ. ഇവിടെ നമുക്ക് ആരെയും പേടിക്കണ്ട. ഒരാൾക്കും ഒന്നിന്റെ പേരിലും നമ്മളെ പിരിക്കാൻ പറ്റില്ല. ഇച്ചായ, ഭൂമിയിൽ ഒന്നിച്ചില്ലെങ്കിൽ എന്താ? നമുക്ക് മുമ്പിൽ സ്വർഗത്തിന്റെ വാതിലല്ലേ തുറന്നിരിക്കുന്നേ? നമുക്കൊരുമിച്ച് അവിടെ ജീവിക്കാം. ഭൂമിയിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കണമെന്ന് വിധിയുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പുനർജനിക്കട്ടെ.